വിഷജലത്തിന്റെ തോതറിയാൻ പെരിയാറിൽ PCB സ്ഥാപിച്ച റിയൽ ടൈം മോണിറ്ററിംഗ് സിസ്റ്റം പ്രവർത്തനരഹിതമായ കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ബോർഡ് തന്നെ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള CCTVകളിൽ പലതും അവതാളത്തിലായിരിക്കുന്നത്. കമ്പനികൾ അനധികൃതമായി പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കുന്നുണ്ടോ എന്നറിയാനാണ് PCB സർവൈലൻസ് ക്യാമറകൾ ഘടിപ്പിച്ചിരുന്നത്. എന്നാൽ എന്താണ് നിലവിലെ അതിന്റെയൊക്കെ അവസ്ഥ? പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിന് മുകളിൽ PCB സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറയാണിത്. ഇതുപോലെ 9 ക്യാമറകളാണ് ഈ മേഖലയിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ നിർണായക സ്ഥാനങ്ങളിലിരിക്കുന്ന 3 ക്യാമറകൾ പണിമുടക്കിയിട്ട് നാളേറെയായി. വ്യാവസായിക മേഖലയിൽ കമ്പനികൾക്ക് സമീപം സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകളിൽ ചിലതാണ് പ്രവർത്തനരഹിതം. വിഷയം മുകളിലേക്ക് അറിയിച്ചിട്ടുണ്ടെന്ന് മാത്രമാണ് PCB പറയുന്നത്. അവർ പറയുന്നത് ഇതിന്റെ അറ്റകുറ്റപ്പണി തീർത്ത് വർക്ക് ചെയ്യിച്ചാലും കാര്യമില്ല. ഒന്നാം പ്രതി PCB ആണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഈ രീതിയിൽ ചെയ്തിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പറഞ്ഞിട്ടുണ്ടോ? ജലവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ടോ? ഇവർ ഒരു രീതിയിലും മറ്റു രീതിയിലും മാസപ്പടി കൃത്യമായി ഇവർ കൈപ്പറ്റുന്നതാണ്. ഇതിനിടെ ഏലൂർ ഫാക്ട് ജംഗ്ഷനിൽ ജലവായു ഗുണനിലവാരത്തിന്റെ റീഡിംഗ് കാണിച്ചിരുന്ന PCBയുടെ ഡിജിറ്റൽ ബോർഡ് ഇപ്പോൾ ഓഫാക്കിയ നിലയിലാണ്. സംവിധാനങ്ങൾ അവതാളത്തിലായതിനാൽ തെറ്റായ റീഡിംഗ് ആണ് ഇതിൽ രേഖപ്പെടുത്തുന്നതെന്ന വ്യാപക പരാതി നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. മത്സ്യക്കുരുതി നടന്ന് ഇത്രയും ദിവസമാകുമ്പോഴും PCBക്ക് ഇക്കാര്യങ്ങളിൽ കുലുക്കമില്ല. കമ്പനികളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വളമാകുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ പോരായ്മകൾ തന്നെയാണ്. ആ പോരായ്മകൾ ബോധപൂർവമാണെന്നാണ് വിമർശനം. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.